നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ജാം റോൾ അഥവാ സ്വിസ് റോളാണ് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ജാം റോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതായത് 30 ഗ്രാം മൈദ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് ആരോ റൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി അത് രണ്ടും കിട്ടാനില്ലെങ്കിൽ മൈദ തന്നെ ഉപയോഗിച്ചാലും മതിയാവും. ജാം റോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി നമുക്ക് 4 മുട്ടയാണ് ആവശ്യമുള്ളത്. ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ഇത് വേർതിരിക്കുന്ന സമയത്ത് ഈ മുട്ടയുടെ മഞ്ഞ അല്പം പോലും വെള്ളയിലേക്ക് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ള എടുക്കുന്ന പാത്രത്തിൽ അല്പം പോലും നനവോ അല്ലെങ്കിൽ എണ്ണയുടെയോ ഒന്നും അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ എണ്ണയുടെ അംശം ഉണ്ടാവോ അല്ലെങ്കിൽ ഈ മഞ്ഞ അതിൽ പെട്ടുപോവുകയോ ചെയ്താൽ ഈ മുട്ട ഉള്ള പതഞ്ഞ് കിട്ടില്ല. ഞാൻ 4 മഞ്ഞയും 4 വെള്ളയും സെപ്പറേറ്റ് പാത്രത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കാദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഈ മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടാനും പിന്നെ പതഞ്ഞ് വന്ന ശേഷം അത് പെട്ടെന്ന് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിലേക്ക് ഈ 2 ചേരുവകളും കൂടി ചേർക്കുന്നത്. ആദ്യം ലോ സ്പീഡിൽ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ സ്പീഡ് കൂട്ടി ഒരു 3-ലിട്ടിട്ടാണ് പിന്നെ നമ്മളിത് ബീറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങിയാൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു, അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത്. നല്ല ഫൈനായിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ പിന്നെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ റെസിപ്പിയിലേക്ക് മൊത്തം 80 ഗ്രാം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം 5.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുക. അത് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ മുട്ട വെള്ളയിലേക്കും ബാക്കി പകുതി മഞ്ഞയിലേക്കാണ് ചേർക്കുന്നത്. മുട്ട വെള്ളയിലേക്ക് ചേർക്കുന്നത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് അത് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടവെള്ളം നന്നായിട്ട് പതഞ്ഞ് നല്ല ബലം വെച്ച് വരുന്നവരെ ഒരു 6-7 മിനിറ്റോളം ഒരു മീഡിയം സ്പീഡിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ പതപ്പിച്ചെടുക്കുന്ന മുട്ട വെള്ളയാണ് നമ്മുടെ കേക്കിന് സോഫ്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഇത് ഏറ്റവും നന്നായിട്ട് നല്ലൊരു സ്റ്റിഫ് പീക്ക് എത്തുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നല്ല ബലം വെച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ ഒന്ന് പൊക്കി നോക്കിയാൽ അത് സ്റ്റിഫായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. സ്റ്റിഫ് പീക്ക് എത്തുന്നവർ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇനി പൊടിച്ചു വെച്ചിട്ടുള്ള ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, 2 ടേബിൾ സ്പൂൺ പാല് ഇത്രയും ചേർക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർക്കാം. അതായത് മൈദയും കോൺഫ്ലവറും കൂടി ചേർന്നിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് ഇപ്പോൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടവെള്ളം ചേർത്ത് കൊടുക്കാം. അതൊരു 3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് സാവധാനം ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ചേർക്കുന്ന മുട്ടവെള്ളം മുഴുവനും ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിക്കുകയായിരിക്കും ഈ സമയത്ത് കൂടുതലും നല്ലത്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളത് കുറച്ചുകൂടി ചേർക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ചേർക്കാം. അപ്പോൾ ഇത് മുഴുവൻ നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ബാറ്റർ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയുടെ സൈസ് 14 ഇഞ്ച് നീളം പിന്നെ 11 ഇഞ്ച് വീതി, ആ ഒരു സൈസിലുള്ള ട്രേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലും കൂടിയ വലുപ്പത്തിലുള്ള ട്രേ ഉപയോഗിക്കരുത്, കാരണം നമ്മുടെ കേക്ക് ഒരുപാട് തിന്നായി പോകും. ഇനി ഇതിലേക്കാളും കുറച്ചുകൂടി ചെറിയൊരു ട്രേ ആണെങ്കിൽ, തീരെ ചെറുതല്ല, അല്പം കൂടി വലുപ്പം കുറഞ്ഞ ട്രേ ആണെങ്കിലും കുഴപ്പമില്ല. ഈ ട്രേയിലേക്ക് ഒരു ബേക്കിംഗ് പേപ്പർ കൊണ്ട് ആദ്യം ലൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത്. ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ടാപ്പ് ചെയ്ത് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പുറത്ത് കളഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ഞാൻ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഒട്ടിജിയാണ്. 32 തൊട്ട് 35 മിനിറ്റ് വരെ, അതാണ്
ഇതെനിക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന സമയം. ഈ ബേക്ക് ചെയ്യാനുള്ള സമയം അതുപോലെ ഇത് ബേക്ക് ചെയ്യാനുള്ള ടെമ്പറേച്ചറും നമ്മൾ ഉപയോഗിക്കുന്ന അവന്റെ പ്രത്യേകത അനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവുക. എന്റെ വണ്ടർ ഷെഫിന്റെ OTG ആണ്. ഇതിന്റെ അപ്പർ മിഡിൽ റാക്കിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഭംഗിയായിട്ട് നല്ല കളറിൽ നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് സാവധാനം ഒരു വയറാക്കിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായിട്ടൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഇത് തിരിച്ചു വെച്ച് അടിയിലുള്ള ബേക്കിംഗ് പേപ്പർ മാറ്റിക്കളയും. ഇനി ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിന്റെ മുകളിലേക്ക് ഞാൻ ജാമാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് തേച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ അരികിൽ ഏറ്റവും അറ്റത്ത് ഒന്ന് ചെരിച്ച് ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് റോൾ ചെയ്യുമ്പോൾ ഇത് ടൈറ്റായിട്ട് തന്നെ അറ്റം ഇരുന്നോളൂ, ഇതിലേക്ക് ചേർന്ന് തന്നെ ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ജാമിന് പകരം നിങ്ങൾക്ക് തേൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യുക. ജാം റോൾ ഉണ്ടാക്കുമ്പോൾ ഈ റോൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കുറച്ച് ശ്രമകരമായിട്ടുള്ളത്. ഇനി ഇത് ഒരല്പസമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഈ കാണുന്ന ബേക്കിംഗ് പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ബട്ടർ പേപ്പർ ഉപയോഗിച്ചാൽ അതിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ആ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അത് ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പം അത് പോയിന്നിടത്ത് കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് തന്നെയാണ്. പക്ഷെ കാണാൻ കുറച്ചുകൂടി ഭംഗി അതിൻ്റെ ഔട്ടർ സ്കിന്നും കൂടി അതിലുള്ളപ്പോഴാണ്. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യുമ്പം കറക്റ്റായിട്ട് ബേക്ക് ആയില്ലെങ്കിലും നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് ബ്രൗൺ പാർട്ട് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡർ നമ്മുടെ ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിട്ടില്ല. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ പതിപ്പിച്ചെടുത്ത മുട്ട വെള്ളയാണ് നമ്മുടെ കേക്കിന് കൂടുതൽ സോഫ്റ്റ് ആകുന്നത്. മുട്ടവെള്ള പതഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മുടെ ഈ റെസിപ്പി ഏകദേശം ഒരു 80% പെർഫെക്റ്റ് ആയി കിട്ടും. പിന്നെ കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന കാര്യം, പിന്നെ റോൾ ചെയ്തെടുക്കുന്ന കാര്യം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സോഫ്റ്റാണ് ഈ ജാം റോളിന്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.